ചിറ്റേ, അവർ കുനിഞ്ഞു വിളിച്ചു. വിളികേട്ട് ഭാമ പതിയെ കണ്ണു തുറന്നു. ആ കൺപോളകൾ പോലും ചുളുങ്ങിപ്പോയിരിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ആ മുഖം വിടർന്നു. അനസൂയെ, ഭാമ ഇടറുന്ന സ്വരത്തിൽ വിളിച്ചു. അവർ ആ വൃദ്ധയെ എഴുന്നേൽപ്പിച്ചു. കട്ടിലിന്റെ ക്രാസിയിൽ ചാരിയിരുത്തി. ജനലിൽ കൂടി കുന്തിപ്പുഴയ്ക്ക് മീതെ ഒരു കാറ്റ് വീശി വന്നു. നിങ്ങൾ സംസാരിക്ക്. ആരഭിയും അനിതയും കൂടി അടുക്കളയിലേക്ക് പോയി. ഞാൻ വരാഞ്ഞത് ചിറ്റയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നോർത്തിട്ടാ. അവിടെ കിടന്നൊരു സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് അനസൂയ പറഞ്ഞു. സങ്കടമൊന്നുമില്ല. ഒരു കണക്കിനെല്ലാം നല്ലതിനായിരുന്നു. ഹരി കൊല്ലപ്പെടേണ്ടവൻ തന്നെയായിരുന്നു. അവൻ ഇന്ന് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അനിതയുടെ മാത്രമല്ല ആരഭിമോളുടെയും കാര്യത്തിൽ വലിയ സുരക്ഷയൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ചിറ്റയോട് ഞാനൊരു സത്യം തുറന്നു പറയട്ടെ? അനസൂയ ശോഷിച്ചു പോയ ആ കൈ തൻ്റെ ഉള്ളം കൈയിലെടുത്തുകൊണ്ട് ചോദിച്ചു. എന്താ? ഹരിയെ കൊന്നത് പാർവതിയല്ല, ഞാനാ. അത് കേട്ടപ്പോൾ ഒരു നേരിയ നടുക്കം അവരിൽ പ്രകടമായിരുന്നു. എനിക്ക് വേണ്ടി അവൾ ആ കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. ഞാൻ അവളെ പുല്ലുപോലെ രക്ഷപ്പെടുത്തിയതിനെ അവൾ സമ്മതിച്ചില്ല. ഹരി എന്ന് വെച്ചാൽ എനിക്ക് എന്തായിരുന്നുവെന്ന് ചിറ്റക്കറിയാലോ. എന്നിട്ടും അവനിനി ഭൂമിയിൽ വേണ്ടെന്ന് എനിക്ക് തീരുമാനിക്കേണ്ടി വന്നു. ആ തീരുമാനമെടുക്കുമ്പോൾ ഇന്നോളം അനുഭവിക്കാത്ത വേദനയും മാനസിക സംഘർഷവുമാണ് ഞാൻ അനുഭവിച്ചത്. ഒരുപക്ഷെ ദേവേട്ടൻ മരിച്ചപ്പോൾ പോലും ഞാൻ ഇത്രയും വേദനിച്ചിട്ടുണ്ടാവില്ല. അവനെ ജീവിക്കാൻ അനുവദിച്ചാൽ അത് ആട്ടിൻപറ്റത്തിനിടയിലേക്ക് ചെന്നായെ തുറന്നുവിടുന്നത് പോലെയാണെന്ന് എനിക്കറിയായിരുന്നു. ചിറ്റ പറഞ്ഞ പോലെ ആരഭിമോള് പോലും അവനുള്ള വീട്ടിൽ സുരക്ഷിതയായിരിക്കില്ല. എനിക്ക് ഈ സത്യം ചിറ്റയോട് തുറന്നു പറയണമായിരുന്നു. മാപ്പ് ചോദിക്കണമായിരുന്നു. നീ ചെയ്തത് സൽക്കർമ്മമാണ്. പിന്നെ എന്തിനാ മാപ്പ് ചോദിക്കുന്നേ? ദുഷ്ടജന നിഗ്രഹം ഒരു പുണ്യമാണ്. പ്രത്യേകിച്ച് ക്ഷത്രിയന്, ബ്രാഹ്മണന് അത് വിധിച്ചിട്ടില്ല. എന്നിട്ടും ആ ചോരയുടെ ഉത്തരവാദിത്യം അവൾ ഏറ്റെടുത്തു. അതെ. അതോർക്കുമ്പോൾ ഉള്ളിൽ ഒരു നെരിപ്പോട് എരിയുന്ന പോലെ. അനസൂയ ദീർഘനിശ്വാസം മുതിർത്തു. അപ്പോഴേക്കും അനിതയും മകളും കൂടി ചായയും കുമ്പിളപ്പവും കൊണ്ടുവന്നു. അനസൂയ സന്തോഷത്തോടെ അത് വാങ്ങി. കുറേ നേരം വിശേഷം പറഞ്ഞവർ അവിടെയിരുന്നു. അത് ഭാമയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കി. ഗഗനയുടെ വിവാഹം ഉറപ്പിച്ചു. വരൻ സീനിയറായി പഠിച്ച ഡോക്ടർ തന്നെയാണ്. ഡോക്ടർ സന്ദീപ് നല്ലൊരു ഓങ്കോളജിസ്റ്റാണ്. അയാളിപ്പോൾ സ്റ്റേറ്റ്സിലാണ്. വിവാഹത്തോടനുബന്ധിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണന്റെയും ഡോക്ടർ ശ്യാമളയുടെയും ഇളയ മകനാണ് സന്ദീപ് രാധാകൃഷ്ണൻ. മകൾ സന്ധ്യ ഭർത്താവിനൊപ്പം ദുബായിലാണ്. അവർ കോഴിക്കോട്ടുകാരാണ്. ഈ ഡോക്ടറുടെ കാര്യം കൊണ്ടാണല്ലേ നീയൊന്ന് എന്നെ വേണ്ടെന്ന് തീരുമാനിച്ചത്? എനിക്ക് മനസ്സിലായടി. കാശി അവളെ കളിയാക്കി. പോടാ അവിടുന്ന്. എനിക്കന്ന് അങ്ങനെയൊന്നുമില്ലായിരുന്നു. പിന്നെയും ഒരു വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ പ്രേമിക്കണമെന്ന തോന്നലുണ്ടാകുന്നത് തന്നെ. ബാൽക്കണിയിലെ റെയിലിങ്ങിൽ ചാരി നിന്നുകൊണ്ട് ഗഗന പറഞ്ഞു. കല്യാണം കഴിഞ്ഞ അങ്ങേര് സ്റ്റേറ്റ്സിലേക്ക് പോകുമ്പോൾ നീയും കൂടെ പോകുമെന്ന് മുത്തശ്ശി പറഞ്ഞു. അല്ലാതെ പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഞാനിവിടെയും അങ്ങേരവിടെയും. എന്നാ പിന്നെ കല്യാണം കഴിക്കാതിരുന്നാ പോരെ? അത് കേട്ടപ്പോൾ കാശി ചിരിച്ചു. ഇവിടെ ഇപ്പോൾ ഹോസ്പിറ്റൽ നോക്കി നടത്താൻ അമ്മയും അച്ഛനും ഉണ്ടല്ലോ. മാത്രമല്ല അവിടെ പുള്ളിക്ക് ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. നിനക്കറിയാലോ. അതൊക്കെ പെട്ടെന്ന് കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? അപ്പോൾ ഗൗരി നവമോളെയും കൊണ്ട് അങ്ങോട്ട് വന്നു. നവിക്കുട്ടി വാ, ആൻറ്റി എടുക്കാം. ഗഗന കൈനീട്ടിയപ്പോൾ കുഞ്ഞുമുഖം തിരിച്ചിരുന്നു. ആര് വിളിച്ചാലും പോകില്ല. ഞാൻ തന്നെ എടുത്തുകൊണ്ട് നടക്കണം. അല്ലെങ്കിൽ പിന്നെ കാശി തന്നെ വേണം, ഗൗരി പറഞ്ഞു. കാശി കൈനീട്ടിയപ്പോൾ കുഞ്ഞ് അങ്ങോട്ടാഞ്ഞു. വിവാഹത്തിന്റെ തിരക്കിലേക്ക് പൂവമ്പാട്ട് വീട് മെല്ലെ അലിഞ്ഞു. ബന്ധുക്കൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങി. വിവാഹത്തിന് മല്ലികയും ആദ്യം വരുന്നുണ്ട്. അവരെ കൂട്ടാൻ മഹേന്ദ്രനാണ് പോയത്. ആളും ബഹളവും നിറഞ്ഞ അന്തരീക്ഷം. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അവിടെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് വിവാഹം നടക്കുന്നത്. മല്ലികയും ആദ്യം നേരെ വന്നത് ഷൊർണൂരിലേക്കാണ്. അവിടെ വന്നൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ചെത്തല്ലൂരിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോഴേക്കും കാശിയും വന്നു. അവൻ വരുമ്പോൾ മല്ലികയും ആദ്യം ചായ കുടിക്കുകയാണ്. ദമയന്തി അടുത്ത് തന്നെ നിൽപ്പുണ്ട്. നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നോ? ഞാൻ കരുതി ചെത്തല്ലൂരിന് വരുമെന്ന്. കാശി അവർക്കെതിരായിരുന്നു. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ലഗേജില്ലേ, അതാ ഇങ്ങോട്ട് പോന്നേ. രാത്രിയിൽ ഞങ്ങളിങ്ങ് പോരും. ഇവിടെ ദമയന്തി ഉണ്ടല്ലോ, മല്ലിക പറഞ്ഞു. എങ്കിൽ റെഡിയാവ്, നമുക്കൊരുമിച്ച് പോവാം. ഞാൻ നവിമോൾക്ക് 1-2 ഡ്രസ്സ് കൂടി എടുക്കാൻ വന്നതാ. കല്യാണത്തിന് രേവതി ചേച്ചിയൊന്നും വരില്ലേ? ആദ്യ ചോദിച്ചു. പുള്ളി ബിസിയാ, വരാൻ നിർവാഹമില്ലെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്, ഞങ്ങളിപ്പോൾ റെഡിയായി വരാം. ആദ്യം മല്ലികയും കപ്പ് ദമയന്തി ഏൽപ്പിച്ചിട്ട് മുകളിലേക്ക് പോയി. അവർ റെഡിയായി വരുമ്പോഴേക്കും കാശി കുഞ്ഞിനുള്ള സാധനങ്ങൾ ഒരു ബാഗിലാക്കി എടുത്ത് കാറിൽ വെച്ചിരുന്നു. അവിടെ നിന്ന് ഒരുമിച്ചവർ ചെത്തല്ലൂരിലേക്ക് പുറപ്പെട്ടു. പിറ്റേന്ന് വരനെ സ്വീകരിച്ചത് സുചിത്രയുടെ അനിയത്തിയുടെ മകനാണ്. ചെക്കനും കൂട്ടരും അകത്തേക്ക് വന്നു. ഗഗനയുടെ കഴുത്തിൽ താലി വീഴുമ്പോൾ കൊട്ടും മേളവും മുറുകി. ആദ്യത്തെ പന്തി സദ്യക്ക് ആളിരുന്നപ്പോൾ കാശി പുറത്തേക്ക് ഇറങ്ങി.
ആ തിരക്കിനിടയിൽ നിൽക്കുമ്പോഴാണ് അവൻ പരിചയമുള്ള ഒരു മുഖം കാണുന്നത്. അത് സമീർ ആയിരുന്നു. കാശിയെ കണ്ടതും അവൻ പുഞ്ചിരിയോടെ അടുത്തേക്ക് വന്നു. അവന്റെ വിരലിൽ കൈ കോർത്തുകൊണ്ട് ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. എന്നെ മനസ്സിലായോ കാശിക്ക്? അവൻ ചോദിച്ചു. സമീർ അല്ലേ? കാശി ഒട്ടും സന്ദേഹമില്ലാതെ ചോദിച്ചു. അപ്പോ മറന്നിട്ടില്ല. കാശി ഒന്ന് പുഞ്ചിരിച്ചു. ഇത് ഭാര്യയാണ്, ഷജിന. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഓ അത് ശരി. അല്ല, സമ വന്നില്ലേ? അവൾ പിന്നെ വരാതിരിക്കോ? ഇതോ പെണ്ണിന്റെയും ചെക്കന്റെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അവള് മാത്രമല്ല, അളിയനും പിള്ളേരുമുണ്ട്, സമീർ പറഞ്ഞു. കാശി നോക്കിയപ്പോൾ ഗഗനയുടെയും സന്ദീപിന്റെയും കൂടെ നിന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയാണ് സമയം ഭർത്താവ് ജുനൈദും. 2 പെൺകുട്ടികളും. കഷ്ടിച്ച് 2 വയസ്സ് കാണും. കുട്ടികൾക്ക് ഇരട്ടകളാണ്. അതിലൊരാളെ സമയം, ഒരാളെ ജുനൈദും എടുത്തിട്ടുണ്ട്. സമയുടെ വിവാഹം കഴിഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിലും നേരിട്ട് പരിചയവുമില്ലല്ലോ. പിന്നെ കണ്ടിട്ടുള്ളത് നമ്മൾ തമ്മിലല്ലേ. അതിന് നിമിത്തമായവളാണെങ്കിൽ ഇപ്പോൾ കൂടെയില്ല താനും. ഗഗന പറഞ്ഞ് ഞാൻ എല്ലാം അറിഞ്ഞു. കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഒടുവിൽ ജയിലിലായെന്ന് കേട്ടപ്പോൾ വിഷമവും തോന്നി. കാശിക്കൊന്ന് ക്ഷമിക്കായിരുന്നില്ലേ? സമീർ ചോദിച്ചു. കഴിഞ്ഞില്ല. വാശിയായിരുന്നു എനിക്ക്. എന്തൊക്കെ പറഞ്ഞാലും കാശിയോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു ഹന്നക്ക്, അല്ല പാർവതിക്ക്. അത് നേരിട്ട് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ കാശിയുടെ മുഖം ആകാംക്ഷ കൊണ്ട് വിടർന്നു. അവൾ എന്നെക്കുറിച്ച് സമീറിനോട് പറഞ്ഞിട്ടുണ്ടോ? അന്ന്. പക്ഷെ പലതും എനിക്ക് മനസ്സിലായിരുന്നില്ല. എങ്കിലും അവളുടെ ഓരോ വാക്കിലും ഇയാളോടുള്ള സ്നേഹം വ്യക്തമായിരുന്നു. ഈ ജന്മം കാശിയല്ലാതെ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാനാവില്ലെന്ന് എന്നോട് തീർത്തു പറഞ്ഞു. അതെന്നെ ഒഴിവാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞ വാക്കുകളായിരുന്നില്ല, തികച്ചും യാഥാർത്ഥ്യം. കാശിയുടെ സ്നേഹം ഉപേക്ഷിക്കേണ്ടി വന്നുവെന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. അവൾ ചെയ്തത് അല്പം കടന്ന കൈയായിപ്പോയെന്ന് അറിയാഞ്ഞിട്ടല്ല. എന്നാലും അന്നത് മറക്കാനും പൊറുക്കാനും എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഇന്നത് തീർത്തും മറന്നു കളയാൻ എനിക്ക് കഴിയുന്നുണ്ട്, കാശി പറഞ്ഞു. അത് പറയുമ്പോൾ അല്പം അകലെയായി നവമി മോളെയും കൊണ്ട് ഗൗരി നിൽക്കുന്നുണ്ടായിരുന്നു. അരികിൽ അനസൂയയും. ഇന്ന് പാർവതിയുടെ ശിക്ഷയുടെ കാലാവധി തീരുകയാണ്. സഹതടവുകാരോട് യാത്ര പറയുമ്പോൾ അവളിൽ ഒരു നിർവികാരത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജയിൽ സൂപ്രണ്ടിന്റെ രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അവർ പറഞ്ഞു, ഇനി എന്നാ ഞങ്ങൾക്കൊക്കെ നിന്റെ കൈപുണ്യം ഒന്നറിയാൻ പറ്റുക? മാഡത്തിന് വരാലോ എപ്പോൾ വേണമെങ്കിലും. ഒറ്റപ്പാലത്ത് വന്ന് മാടമ്പിശ്ശേരി മന എവിടെയാണെന്ന് തിരക്കിയാൽ മതി. നിന്നെ കൂട്ടാൻ ആരെങ്കിലും വരുമോ? ഒരുപാട് പേരുണ്ട് മാഡം. അവരിൽ ആരെങ്കിലും വരാതിരിക്കില്ല. ഇനിയിപ്പോൾ ആര് വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. വിവാഹമുണ്ടായാൽ വിളിക്കണം. അങ്ങനെ ഒരു ക്ഷണം പ്രതീക്ഷിക്കണ്ട മാഡം. ഈ ജീവിതത്തിൽ എനിക്ക് ഒരിണ ഉണ്ടാവില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് നോക്കണം. സാധ്യതയില്ല. ജയിൽ പുള്ളിയല്ലേ, ആരും ജോലി തരില്ല. അവൾ ചിരിച്ചു. ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെന്തിനാ നീ ചുഴിയിലേക്ക് എടുത്തു ചാടിയത്? ഇല്ലെങ്കിൽ മറ്റൊരാൾ ഇവിടെ വന്നേനെ. കുറഞ്ഞത് 12 വർഷത്തെ ശിക്ഷയും വാങ്ങിക്കൊണ്ട് നല്ല വക്കീല് വാദിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ അതുമൂലം മാനസിക സംഘർഷത്തിലാവുന്ന ചിലരുണ്ട്, എനിക്ക് പ്രിയപ്പെട്ട ചിലർ. അതുകൊണ്ട് പകരം എനിക്ക് വരേണ്ടി വന്നു, പാർവതി പറഞ്ഞു. അവളെ കാത്ത് ജയിലിന് പുറത്ത് അനസൂയുണ്ടായിരുന്നു. ഒരിക്കൽ പോലും അവളെ ജയിലിൽ വന്ന് കാണാത്ത അവളുടെ വളർത്തമ്മ. അവരെ കണ്ടതും പാർവതിയിൽ സന്തോഷമല തല്ലി ഓടിച്ചെന്ന് ആ മാറിലണഞ്ഞു. അവരുടെ കൈകൾ പുഞ്ചിരിയോടെ അവളെ വലയം ചെയ്തു. പിണക്കമുണ്ടാവുമെന്ന് കരുതി നിന്നെ ഞാൻ കാണാൻ വരാത്തതിൽ? അവർ പറഞ്ഞു. ഇല്ല, എനിക്കറിയാലോ വരാത്തത് എന്നെ വെറും നമ്പർ മാത്രമായി കാണാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന്. പരാതിയില്ല, അവൾ അവരുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. എങ്കി വാ, നമുക്ക് പോവാം. അപ്പോൾ അവൾ അകന്നു മാറി. എനിക്ക് മാഡത്തോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് കാശി. എങ്ങനെ പറയണമെന്നറിയാതെ അവൾ നിന്ന് ശ്വാസം മുട്ടി. കാശി എന്താ? പറ. കാശിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ അരുതായ്മയുണ്ട്. എന്ത്? അവൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം അവരോട് വിശദമായി പറഞ്ഞു. ഗൗരിയുടെ കാര്യം വിട്ടുകളഞ്ഞാലും കുഞ്ഞിന്റെ കാര്യം വിടാനൊക്കുമോ? കാശിയെ പറഞ്ഞു തിരുത്തണം. എന്നെ കാണാൻ മനയിലേക്ക് വരരുതെന്ന് പറയണം. അങ്ങനെ വന്നാൽ കണ്ണെത്താത്ത ദൂരത്തേക്ക് ഞാൻ പോകേണ്ടി വരും, ആരോടും പറയാതെ. അനസൂയ അവൾ പറഞ്ഞതൊക്കെ കേട്ട് കുറച്ചുനേരം അങ്ങനെ നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ വരുമെന്ന്. അതുകൊണ്ടാ തുടക്കം മുതലേ ഞാൻ ഈ ബന്ധത്തെ എതിർത്തത്. ഏതായാലും നീ കേറ്. അവൻ മൂലം നിനക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അത് ഞാൻ നോക്കിക്കോളാം. ആ ഒരു ഉറപ്പിൽ 100% വിശ്വാസമുള്ളത് കൊണ്ട് അവൾ കാറിൽ കയറി. നേരെ പോയത് പ്രജാപതി ഹൗസിലേക്കാണ്. ചെല്ലുമ്പോൾ ഹാളിൽ പായ വിരിച്ച് അതിലിരുന്ന് ഗൗരി നവമി മോൾക്കൊപ്പം കളിക്കുകയാണ്. അവിടെ മുഴുവൻ ടോയ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുഞ്ഞു അതിലൊരു കാർ ഉരുട്ടി കളിക്കുകയാണ്. ഇടയ്ക്ക് അതെടുത്ത് വായിൽ വെക്കാൻ ശ്രമിക്കും. അയ്യേ, വായിൽ വെക്കാതെ, ചിച്ചിയല്ലേ.